സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ പലരും പറയുന്നത് എന്തോ വലിയ ചടങ്ങ് ചെയ്യുന്ന പോലെയാണ് ഇതിപ്പോ സിനിമയിൽ കയറണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ വാർത്തകളിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കരിയർ നല്ല രീതിയിൽ വരും, ഇത് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരാളെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ചൂഷണം ചെയ്യുക, അധികാരം കാണിക്കുക, ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായ കാര്യമാണ്. തീർച്ചയായും. പിന്നെ ഇത് ഈ മൈനോറിറ്റി 1-2 പേര് ചെയ്യുന്നതിൻ്റെയാണ് നമ്മൾ മജോറിറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എത്രയോ ആളുകൾ, എത്രയോ ടാലൻ്റ് ആൾക്കാർ എത്രയോ കറക്റ്റ് റൂട്ടിൽ വരുന്നു. അവരും ഇതിൻ്റെ അകത്ത് ഡൗട്ട്ഫുൾ ആവുമല്ലേ. അതാ പറയാ, ഒരുപാട് സിനിമകളിൽ നിന്ന് അവസരങ്ങൾ ഇപ്പോൾ വാർത്ത വന്നു, ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തവരെ അവസരം വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ ഉണ്ട് ഈ ചൂഷണം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം നമുക്കൊരു ബാഡ് ടച്ച് വരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണത്. ഇപ്പം നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴായിക്കോട്ടെ, അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും വഴിയിലൂടെ പോകുമ്പോഴോ, അതുമല്ലെങ്കിൽ ഒരു മോശമായിട്ട് കമൻ്റ് അടിച്ച ആൾക്കാർ പുറകെ വരുന്നതോ, രാത്രി സമയങ്ങളിൽ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു കമൻ്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് നാളത്തെ ഉറക്കം തന്നെ കളയുന്ന, ഇമോഷണലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ഇതിപ്പം പുറത്ത് പറഞ്ഞവരൊക്കെ, പുറത്ത് പറയാതെ ഇരിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും. ഇത് ഈ പുറത്ത് പറഞ്ഞവരാണെങ്കിൽ ഇപ്പം കഥകിൽ മുട്ടുവോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവിച്ച ആൾക്കാരുടെ ഒരു ഇമോഷണൽ ഇതും കൂടി നമ്മൾ ഇതാക്കണം. പക്ഷെ എനിക്ക് തോന്നിയ ഡൗട്ട് ചോദിച്ചോട്ടെ, കാരണം അങ്ങനത്തെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സ്പോട്ട് റിയാക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് റിയാക്ട് ചെയ്യാതെ, ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം റിയാക്ട് ചെയ്യുമ്പോൾ ഞാനും ഇപ്പം ബ്രോ ചോദിച്ചത് ഞാനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശരി അവർക്ക് ആ സ്പോട്ടിൽ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. സെൻട്രൽ സ്ക്വയർ മോളിൽ വെച്ചിട്ടാണ് ഞാൻ കൊച്ചാന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചേച്ചി അന്ന് ആങ്കറിങ് ചെയ്യുന്ന സമയമാണ് 2011 or 12 ആ ഒരു സമയത്ത് സെൻട്രൽ സ്ക്വയർ മോളിൻ്റെ ലിഫ്റ്റിൽ വെച്ചിട്ട് ഒരാൾ, ഞാൻ ചെറിയ കൊച്ചാണ്, അത്ര ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തടവി പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇയാളെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഹൈറ്റൊക്കെ ഉള്ള ചുരുണ്ട മുടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇയാളെ നോക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത് എന്തേ കാട്ടുന്നതിന് പോലും എനിക്ക് അറിയാൻ മേല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് അപ്പുറത്ത് സംസാരിച്ച് ഭയങ്കര തിരക്കുള്ളൊരു ലിഫ്റ്റിനുള്ളിൽ ഇയാളിങ്ങനെ ടച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ഹോട്ട് ഫ്ലാഷ്, ഫുൾ ബോഡി ഒരു ഹോട്ട് ഫ്ലാഷ് അടിച്ചിട്ട് നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരവസരം വരും. ആ ഫിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പേടി നമ്മൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ആ റിഫ്ലെക്സിനെ ഒതുക്കും. ഒരുപാട് പെൺപിള്ളേർ ഇത് ഞങ്ങൾ കോമൺ ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതെ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്റ്റക്കായി പോകും. അത് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും പ്രതികരിക്കാൻ പറ്റാത്ത പേടി. ആ സ്പോട്ടിൽ നമ്മളെ റിഫ്ലെക്സിനെ ചുരുക്കുന്ന ഒരു പേടിയുണ്ട്. അതില്ലാതെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് വല്ലാത്തൊരു ധൈര്യമാണ്. അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന ആൾ ഇതായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിറച്ചുകൊണ്ടാണ് കയ്യിൽ പിടിക്കുന്നത്. ആ കയ്യിൽ പിടിച്ചിട്ട് കയ്യിലിട്ട് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ആക്കിയിട്ട് നീങ്ങി നിന്നു. ആൻഡ് എൻ്റെ ചേച്ചിയോട് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ സൈഡിൽ കാലിലൂടെ തടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളുടെ കാലിൽ ചവിട്ടി. അയാൾക്ക് മനസ്സിലായി ഇത് കണ്ടിട്ടാണ് ചവിട്ടിന്ന്. എൻ്റെ അടുത്ത് അയാൾ ഷോൾഡറിൽ തട്ടിയിട്ട് കാലെടുക്കുന്നു പറഞ്ഞു. അപ്പം അയാളുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല പെൺപിള്ളേരും പ്രതികരിക്കില്ല എന്നുള്ള ധൈര്യമുള്ള ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതാണ് പക്ഷെ അവസരങ്ങൾ ചൂഷണം ചെയ്യല്ലേ. എല്ലാവരും പറയുന്നത് സിനിമ എന്ന് പറയുമ്പോൾ ഫെയിം, പെട്ടെന്ന് കാശ്, ഒരു 10 കൊല്ലം അധ്വാനിക്കേണ്ടത് ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഭാവി നശിപ്പിക്കുമോ, അല്ലെങ്കിൽ ഞാനൊന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാവി അല്ലെങ്കിൽ രക്ഷപ്പെടും. അവസാനം പിന്നീട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്തിട്ട് അയ്യോ ഇന്നയാള് എന്നോട് അന്ന് മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ശരിക്കും പറയാൻ അവരെ കൂടെ അല്ലേ കുറ്റം വരുത്തുന്നത്. നിങ്ങൾ അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ അന്ന് ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പം ജയിലിനകത്തായേനെ. യെസ്, പക്ഷെ അവരിപ്പോൾ റിയാക്ട് ചെയ്യുമ്പം ഇനി സിനിമയിലേക്ക് വരുന്നവർക്ക് അതൊരു നല്ല കാര്യമല്ലേ. എപ്പോഴും ഇതിന്റെ മാറ്റം കുറച്ച് വൈകിയാലും വന്നാലും നല്ലതാണ്. ഇത് ഇപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു
ലേഡീസ് കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമാണ്. ഇന്ത്യയിലെ തന്നെ നോക്കുമ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സക്സസ് തന്നെയാണ്. മലയാള സിനിമയിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. പഴയ ആൾക്കാരത് ഇന്ന് തുറന്നു പറഞ്ഞത് ഇനി വരാൻ പോകുന്നവർക്കോ ഇപ്പോൾ ഉള്ളവർക്കോ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്. ഇപ്പോഴും സേഫ്റ്റിയാണ് വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് വന്നൊരു വാർത്തയാണ് ക്യാരവാനിൽ ഒളിക്യാമറ വെച്ച് പിടിച്ചത്. ആന്ധ്രാപ്രദേശിലൊരു സ്കൂൾ ഹോസ്റ്റലില് ക്യാമറ വെച്ചിട്ട് 300+ വീഡിയോസ്. ക്യാരവാൻ മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഹോട്ടൽസ് ആയിക്കോട്ടെ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, എന്ത് മാറ്റം വന്നിട്ടുള്ളത്. ഇപ്പം ഒരുപാട് പേര് പ്രതികരിച്ചു തുടങ്ങി, എങ്കിലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കണില്ലേ? ഞാൻ വളരെ ചെറിയൊരു കാര്യം ചോദിക്കാം. ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, 6ലോ 7ലോ പഠിക്കുമ്പോഴത്തേക്കും ടൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസിൻ്റെ മുകളിൽ ഒരു ഷർട്ടും ഇട്ടിട്ട് സ്കൂളിൽ പോയതിന് സിസ്റ്റർ എന്നെ മാറ്റി നിർത്തിയിട്ട് ചീത്ത പറഞ്ഞിട്ട് ചോദിച്ചു, ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. പെൺകുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് ടീച്ചർമാർ മാത്രം, ആൺപിള്ളേർ ഗ്രൗണ്ടിലേക്ക് വിട്ടിട്ട് പെൺകുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എത്ര തവണ ഒരു ആൺകുട്ടീനെ മാറ്റി നിർത്തി, ആ കുട്ടിയെ അങ്ങനെ നോക്കരുത്, ആ പെൺകൊച്ചിനെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ആ പെൺകുട്ടികൾ ഇങ്ങനെയാണ്, എല്ലാവരുടെയും മുന്നിൽ സ്കൂളിൽ ഏതെങ്കിലും ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു സ്കൂളിലും ടീച്ചർമാർ പഠിപ്പിക്കുന്നില്ല, ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ലല്ലോ ഇങ്ങനെ പെരുമാറണം, പെൺകുട്ടികളെ ഇങ്ങനെ ബഹുമാനിക്കണം, ഇവർക്ക് ഇങ്ങനെയൊക്കെയാണ്. അതുമല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ ആ ഒരു ഹോർമോണൽ ബാലൻസ്, മെൻ്റൽ കണ്ടീഷൻ, ആ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കുറേ പറയുന്നുണ്ട്. സ്കൂളുകളിൽ എത്ര ടീച്ചർമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ. സ്കൂളിൽ തന്നെ നമുക്ക് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇല്ല, ഒരു ബേസിക് ജനറൽ കേർട്ടസി പഠിപ്പിക്കുന്നുണ്ടോ? പെൺപിള്ളേരുടെ അടുത്ത് പറയും ആൺപിള്ളേരുടെ അടുത്ത് പോയി കൂട്ടുകൂടരുത്, അവിടെ പോയി ഇരിക്കരുത്, അവരുടെ കൂടെ ഇങ്ങനെ. ഐ റിമെമ്പർ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൻ ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റിയൂണിയൻ വെച്ച് അവൻ കുവൈറ്റിന് പോകുന്നതിന് മുമ്പ് അവനുമായിട്ട് ഹൈഫൈ അടിക്കുന്നത് കണ്ട് സാർ എന്നെയും അവനെ ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ സ്കൂളിൽ എന്നെയും അവനെ ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്നോട് ചോദിച്ചു, സിത്താരയ്ക്ക് ഇപ്പോഴും ചെയ്തൊരു തെറ്റാണെന്ന് തോന്നുന്നില്ല. അതൊരു തെറ്റാണോ ഒരു ഹൈഫൈ അടിച്ചത്? പരിസരം ഒന്നും മിണ്ടാൻ പറ്റാ, സ്വാതന്ത്ര്യമില്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, ഇഷ്ടമുള്ള ആരോളും മിണ്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് പറയുന്ന ഫ്രസ്ട്രേഷന്, വീർപ്പ് മുട്ടല്. അവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും പുറത്തൊരാളെ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന് നമുക്ക് തന്നെ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ചിന്തിക്കും. ഉറപ്പായിട്ടും നമ്മളുടെ ഉള്ളില് ചെറുപ്പം മുതലേ ഓരോന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞാൽ ഈസിയായിട്ട് തിരുത്താവുന്ന കേസുള്ളൂ. വീട്ടിൽ നിന്ന് പറയുന്നത്, അയ്യോ നമ്മൾ 3 സ്ത്രീകൾ എങ്ങനെയാണ് പോകുന്നത്, ഒരു ആൺതുണയില്ലാതെ എങ്ങനെയാണ് പോകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ, പെണ്ണായിട്ട് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതുവരെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. അപ്പം അമ്മ പറയുന്ന ഒരു കാര്യമാണ്, അമ്മയുടെ ഉള്ളിലുള്ളൊരു ഇൻസെക്യൂരിറ്റിയാണ്, പേടിയാണത്. ആസ് എ മദർ ഉള്ള ഒരു പേടിയാണത്. അതുപോലെ തന്നെ എന്താ പറയുക, ആൺപിള്ളേരുടെ കൂടെ മാത്രം പോവുകയാണോ, അതിൽ 3 പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആൺപിള്ളേർ ആരും ഇല്ലല്ലോ. ആൺകുട്ടികൾ സേഫ് ഒന്നുമല്ല, വാർത്തകൾ കാണാറില്ലേ? ആൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാരും ഒന്ന് കരുതിയിരുന്ന ശരി പറയാ. പലരും ഇപ്പൊ ആണുങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങളും വാർത്തകളായി വരുന്നുണ്ട്, കാണാൻ ശ്രദ്ധിച്ചാറുണ്ടോ? എനിക്ക് അങ്ങനത്തെയും ചലഞ്ചസ് ഈ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്ന തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ബേസിക്കലി. ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മളുടെ അറിയുന്ന സർക്കിളിൽ പോലും അങ്ങനെ നടന്നതായിട്ട് അറിയില്ല കറക്റ്റായിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ശരിയാണെന്ന് പോലും അറിയില്ല. ഇതിനകത്ത് പബ്ലിസിറ്റി യൂസ് ചെയ്യുന്ന അതേ ഒരു ഫെയിം കിട്ടാൻ വേണ്ടി പറയുന്ന ആളുകളുണ്ട്, ശരിക്കും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പ്രോപ്പറായിട്ട് പറയാൻ എനിക്കും പറ്റത്തില്ല ബേസിക്കലി. അല്ല, ഇപ്പം ഈ പറഞ്ഞ അഭിപ്രായത്തോട് ചോദിക്കാം, ഒരാണായതുകൊണ്ട് അതായത് ഇങ്ങനെ പ്രഷർ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെ ഒരു 3 പെൺകുട്ടികൾ പോകുമ്പോൾ ഒരു ആൺ തുണി ഇല്ലെങ്കിൽ മോശമല്ലേ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? അങ്ങനെ ഇല്ലല്ലോ, അവരതിൻ്റെ അകത്ത് അവർക്കത് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ എന്തിനാ? അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല, ഒരു ആണായിട്ട് ചിന്തിക്കുമ്പോൾ അതൊരു പ്രഷറായിട്ട് ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം, ഇത് എന്റെ ഉത്തരവാദിത്വം മാത്രമാണോ, അവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലേ, അവർക്ക് അവരുടെ ധൈര്യം ഉണ്ടല്ലോ, എന്തിനാണ് ഞാൻ?
എനിക്കത് ക്ലിയർ ആയില്ല. അതായത് ഞാനിപ്പോ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയും ചേച്ചിയും ഞാനും കൂടി ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മ ഒരു ദിവസം ആഗ്രഹം പറയാം, നമുക്ക് എവിടെയെങ്കിലും പോവാം. അപ്പൊ പണ്ട് ഞാൻ അമ്മേനോട് ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത്, 3 പെണ്ണുങ്ങൾ തന്നെ എങ്ങനെയാ പോകുന്നത്, ഒരു ആൺതുണ ഇല്ലാതെ എങ്ങനെയാ പോകുന്നത് എന്ന് അമ്മ ചോദിക്കാറുണ്ട്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് അതിപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ പോകുന്ന ആളുകൾക്ക് പോകാനുള്ള ധൈര്യവും ചെയ്യാൻ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ അതിപ്പോ ആണായാലും പെണ്ണായാലും ഈക്വല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരാണായാലും ഇങ്ങനെ ചെയ്തിരിക്കണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പൈലറ്റ് ആവുന്നത് ആണും പെണ്ണും ഇല്ലേ? തീർച്ചയായും. അപ്പൊ അത് ആണിന് മാത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും. ഇപ്പൊ എത്രയോ ഈ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എത്രയോ പെൺകുട്ടികൾ വരുന്നുണ്ട്, ഓട്ടോ ഓടിക്കുന്നുണ്ട്, വേണ്ട തെങ്ങ് കയറുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കത് ചെയ്യാൻ ധൈര്യമുണ്ടോ, നമുക്ക് താല്പര്യമാണോ? എന്തും നമ്മുടെ ലോകത്തിന് മുമ്പിൽ 2 പേർക്ക് ഈക്വലായിട്ട് തന്നെ ഉണ്ട്. അത് ഇന്നെ ആക്കുന്നൊന്നും പറയാനുള്ള അത് പണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു 15 വയസ്സോ 18 വയസ്സോ കെട്ടിച്ചു വിട്ട് അവരുടെ ഒരു സ്വപ്നങ്ങളെ അവിടെ കട്ട് ഓഫ് ചെയ്യുന്നതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏകദേശം പാരൻസൊക്കെ ഒത്തിരി മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് കൂടുതലും അവരുടെ ഇഷ്ടത്തിൽ. കാരണം അതിനൊരു എല്ലാം മാറിയതല്ല, കല്യാണം തന്നെ കല്യാണം എന്ന കൺസെപ്റ്റ് മാറിയില്ല. കല്യാണം എന്നുള്ള കൺസെപ്റ്റ് ഇതെല്ലാം ഇതിന്റെ ഒരു മാറ്റത്തിന്റെ വലിയൊരു മാറ്റത്തിന് നല്ല തുടക്കങ്ങൾ തന്നെയാണ്. എല്ലാവരും പറയുന്നത് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആവുകയാണെങ്കിൽ 1.5 കൊല്ലം വേസ്റ്റ് ആവും. നമ്മൾ ലിവിംഗ് ആയിട്ട് കൈയും കൊടുത്തൊക്കെ പിരിയുന്നല്ല. അത് ചിന്തിക്കുന്ന രീതി അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഒരു സർവേയിൽ പറഞ്ഞ റിപ്പോർട്ടാണ്, പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുമ്പോൾ വലിയൊരു പാർട്ണർ ആവശ്യമുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. വലിയൊരു മാറ്റം ആ ഒരു കാര്യത്തിലും ചിന്താഗതിയുടെ കാര്യത്തിലും. കല്യാണം മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമുക്കത് പറ്റുവാണെങ്കിൽ എന്തിനാന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഓക്കെയാണോ അത് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ ഇഷ്ടമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ സെൽഫ് മാറ്റങ്ങളൊക്കെ ഞാൻ അളക്കണത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ. അന്ന് ഇപ്പൊ ആൺതുണയില്ലാതെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ ഇങ്ങോട്ട് ചോദിച്ച് നമുക്ക് 3 പേർക്ക് എങ്ങോട്ടെങ്കിലും പോവാം, കുറേ റിസോർട്ടിലോ അതോ അല്ലെങ്കിൽ സിത്താര അവിടെ ഇവിടെയൊക്കെ പോകുന്നല്ലേ, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകും. അങ്ങനെ ചോദിച്ചിട്ട് ഞങ്ങൾ വാഗമൺ ഒരു സ്റ്റേക്കേഷന് പോയിരുന്നു. അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട്. അമ്മയ്ക്ക് വന്ന ആ ഒരു ധൈര്യം അത് നമ്മളായിട്ട് കാണിച്ചു കൊടുത്തതാണ്. ഇത് സേഫ് ആണ്, ഇറ്റ്സ് ഓക്കെ ടു ഡു. ഒരാൾ വഴി കാട്ടാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും